ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇട്ടിച്ചനും ലാലിച്ചനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട് ലാലിച്ചൻ, അതെ അല്ല അപ്പച്ചൻ എന്താ ഇപ്പൊ പെട്ടെന്ന് തന്നെ അവളെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല, അവിടെ നിൽക്കട്ടെ, എന്തായാലും ന്യായം ഏതാണെന്ന് നോക്കിയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു വിടാം എന്നൊക്കെ ലാലിച്ചൻ കുട്ടിച്ചൻ പറയുകയാണ്. അല്ല അപ്പച്ചന് പെട്ടെന്ന് തന്നെ പോകേണ്ടേ, എന്തോ ഉച്ചയ്ക്ക് ശേഷം എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് കുട്ടിച്ചൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുമ്പോൾ അതെന്തായാലും ഞാൻ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് പോകുന്നില്ലേ അപ്പച്ചൻ? അപ്പോൾ ഇല്ല, ഇന്ന് പോകില്ല, ചിലപ്പോൾ നാളെ പോകുള്ളൂ എന്ന് പറയാണ്. അതെ, അപ്പച്ചൻ ഇനി നാളെയും പോകില്ല മറ്റന്നാളും പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാനിവിടെ നിന്ന് വരും, എന്തേ നിനക്ക് വല്ല നഷ്ടമുണ്ടോ, ഇതെൻ്റെ മോൻ്റെ വീടാണ് എന്ന് പറയുകയാണ്. എനിക്ക് മനസ്സിലായി അപ്പച്ച കാര്യങ്ങളൊക്കെ. അതെ, എനിക്ക് നിന്റെ മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ പിന്നെ അപ്പച്ചനെന്നാ വാ നമുക്കെന്നാ രണ്ടെണ്ണം അടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ വേണ്ടടാ ഞാനില്ല ഇനി കഴിക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ കഴിക്കുന്നത് കുറച്ച് നിയന്ത്രിക്കണം കേട്ടോ, അവൾക്ക് അലീനെ കൊച്ചിന് ഇഷ്ടമല്ല നീ വലിക്കുന്നതും കുടിക്കുന്നതും ഒന്നും. പിന്നെ അവള് പറഞ്ഞാൽ ഞാനങ്ങ് നിർത്താൻ പോവല്ലേ എന്ന് ലാലിച്ചൻ പറയുമ്പോൾ അവള് ചിഹ്നമാണെങ്കിൽ നിന്നെ വരച്ച വരെ നിർത്തും എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ലാലിച്ചൻ പറയും പിന്നെ കാണാം എന്ന് പറയാണ്. കാണാനൊന്നുമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും കുട്ടിച്ചൻ പോകുന്നുണ്ട്. ലാലിച്ചൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയും ചെയ്യും. അതിനുശേഷം അവിടേക്ക് നമ്മുടെ വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് എഴുന്നേറ്റിട്ട്. അപ്പോൾ 3 പിള്ളേരും അടുക്കളയിൽ പാചകത്തിന്റെ പണിയിലാണ്. അപ്പോൾ ആ സമയത്ത് ഓരോരുത്തരുണ്ടാക്കിയ ഫുഡ് പരസ്പരം ഇതൊന്ന് ഉപ്പ് നോക്കി എന്ന് പറഞ്ഞ് അവർ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവൻ പറയുന്നുണ്ട്, രോഹിത് പറയാണ്, അതെ ഈ പപ്പടത്തിന്റെ ഉപ്പ് നോക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട് വേണ്ട അതിന്റെ ഉപ്പ് നോക്കണ്ട, എന്നാലും അതിൽ നിന്ന് ഒരു പപ്പടം എടുത്തിട്ട് രോഹിത് വായിൽ വെക്കുകയാണ്. രോഹിതിന് അങ്ങനെ അടിക്കുന്നുണ്ട് നമ്മുടെ ബബിത. അപ്പൊ പപ്പടം മുഴുവൻ പൊടിഞ്ഞ് അവന്റെ ദേഹത്ത് മുഴുവൻ പോവുകയാണ്. അപ്പോൾ ബബിതയെ തല്ലാൻ വേണ്ടി ഓടിച്ചിടുകയാണ്. അപ്പോൾ ആ സമയത്താണ് വൈജയുടെ മുന്നിൽ വന്ന് പെടുന്നത്. അപ്പോൾ ബബി പറയുന്നുണ്ട്, കണ്ടോ അമ്മ അവൻ എന്നെ തല്ലാൻ വരുന്നത്, ഞാനല്ല ഇവിടെ നിന്ന് കണ്ടു നിൽക്കാൻ, എന്താ നിങ്ങൾ ഇവിടെ ഇതിന്റെ അകത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളെന്ത് പാചകം ചെയ്യുകയാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇതൊക്കെ തുടങ്ങിയോ? അതെ, ഞങ്ങളെ ഇവിടെ ഏകദേശം പാചകങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചു, ഇവിടെ മറ്റാരും ഇല്ലല്ലോ ചെയ്യാനായിട്ട്, ഇനിയിപ്പോൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കാണിക്കുക എന്നും പറഞ്ഞ് അവിടെ നിന്നും വൈജ പോകുന്നുണ്ട്. അതിനുശേഷം ഈ കുട്ടിച്ചന്റെ വീട്ടിലോട്ട്, അതായത് ലാലിച്ചന്റെ വീട്ടിലോട്ട് മറ്റൊരു ഡ്രൈവർ വരികയാണ്. അപ്പൊ അകലേക്കൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അയാളാണ് ശരിക്കും യാത്ര ഓടിക്കുന്നത്. അപ്പൊ അയാൾ വരുമ്പോൾ പറയുന്നുണ്ട്, എത്ര ദിവസമായിട്ടാ നീ പോയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കുട്ടിച്ചൻ ചോദിക്കാൻ, ഇവന് എത്ര ദിവസം എന്ന് പറഞ്ഞിട്ടാ വീട്ടിലോട്ട് പോയത്? 3 ദിവസം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 5 ദിവസമായി. നീ എന്താടാ ഒന്ന് വിളിച്ച് പറയാഞ്ഞത്? അതോ ഒന്നുമില്ല, അതെന്താന്ന് വെച്ചാല് വീട്ടിൽ ചെന്നപ്പോൾ കൊച്ചിന് വയ്യ, പനി, പിന്നെ കെട്ടിയോൾക്കാണെങ്കിലും നടുവേദനയും കാര്യങ്ങളും കൈവേദനയ്ക്ക്. അപ്പൊ അവർ ആശുപത്രിയിലായിരുന്നു, ഡിസ്ചാർജ് ഒക്കെ ചെയ്യാൻ നേരം വൈകി, അതുകൊണ്ടാ. നിനക്കൊന്ന് വിളിച്ച് പറയായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വേറെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അവരോട് വിളിച്ച് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ. അതെ, അനുസരണ ഇല്ലാത്തവരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണം എന്നൊക്കെ കുട്ടിച്ചൻ ഇങ്ങനെ പറയുന്നുണ്ട്. അയ്യോ ചതിക്കല്ലേ എന്ന് പറയാണ്. അങ്ങനെ നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ വേഗം അടുക്കളയിലോട്ട് ചെല്ലുകയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ പാചകക്കാരൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ വന്നു. അപ്പോൾ നീ അറിഞ്ഞായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ബോസിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തി വന്നിട്ടുണ്ട് എന്ന് പറയാണ്. മകളോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാനിവിടെ വന്നതിന് ശേഷം അങ്ങനെ 3 കുട്ടികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇനിയിപ്പോ വല്ല എന്തെങ്കിലും നുണ പറഞ്ഞ് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, അങ്ങനെയല്ല എന്നാണ് പറയുന്നത്, അറിയില്ല, എന്തായാലും കുട്ടിച്ചൻ വന്നിട്ടുള്ളത് അവളെ പറഞ്ഞു വിടാനാണ്, പക്ഷെ കുട്ടിച്ചന് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം, ആളെയൊന്നും ഞാൻ കാണട്ടെ, എനിക്കൊരു ചായ എടുത്തേ എന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് അങ്ങനെ ചായ എടുക്കാൻ അവിടെ നിന്നും പോകുന്ന ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ വൈജയന്തിയാണ് കാണിക്കുന്നത്. അങ്ങനെ വൈജയന്തി അവിടെ നിൽക്കാണ്. അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രൻ വരുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയാണ്, അവിടെ ഒന്ന് നിന്നേ എന്ന് പറയാണ്. അപ്പം എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ,
ഞാൻ വരുന്ന തിങ്കളാഴ്ച തുടങ്ങി ജോലിക്ക് പോകും, ബാങ്കിലോട്ട് പോയി തുടങ്ങും, നീ പൊക്കോ അതിനെന്താന്ന് പറയുന്നുണ്ട്. പറയേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ, ഓ ആർക്ക്, നിനക്കോ മര്യാദ? അഹങ്കാരത്തിനെയാണ് നീ മര്യാദ എന്ന് പറയുന്നതെങ്കിൽ അത് നിനക്ക് വാനോളമുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ തർക്കിക്കാൻ വന്നതല്ല എന്ന് പറയുന്നത്, തർക്കിച്ചിട്ടും കാര്യമില്ല, നിനക്ക് എന്നോട് ബഹുമാനോ മര്യാദ കാര്യങ്ങളൊന്നും തന്നെയില്ല, എനിക്ക് നിന്റെ കാര്യം കേൾക്കേ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയാണ്, അതെ എനിക്ക് ഇവിടെ നിന്നും ജോലിക്ക് പോകണമെങ്കിൽ ഒരു കാറ് വേണം, ഞാൻ എൻ്റെ കാർ ഇടിച്ചിട്ട് ആകെ പ്രശ്നത്തിലല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ പുതിയൊരു കാർ ഇനി ലോൺ എടുക്കാനായിട്ട് മറ്റേതിൻ്റെ EMI കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളൊന്ന് ജാമ്യം നിന്ന് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. പൈസ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറ, നിനക്ക് നല്ല ആങ്ങളമാരുണ്ടല്ലോ അവരോട് പറ ചെന്നിട്ട് എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അല്ല, എനിക്ക് ഒരു അലീനെ പോലത്തെ ഒരു ജോലിക്കാരിയെ വേണം ഇവിടെ. അലീനെ പോലത്തെ ജോലിക്കാരി എന്തായാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നവരെ പോലത്തെ ആരെങ്കിലും വേണമെങ്കിൽ നീ നോക്കി കണ്ടുപിടിച്ചോ. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല, എൻ്റെ മക്കൾക്ക് നന്നായി പാചകം പഠിച്ചിട്ടുണ്ട്, അവരിവിടെ ഉണ്ടാക്കിക്കോളും. പിന്നെ നിനക്ക് വേണമെങ്കിൽ നീ ജോലിക്കാരെ വെക്കുക, ശമ്പളം കൊടുക്കുക, എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഓ ഇപ്പം ഞാൻ തെറ്റുകാരിയായില്ലേ, എന്തായാലും കുറേ വർഷങ്ങൾ മുന്നേ ഊര് ചുറ്റിയിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ആരാണെന്ന് എനിക്കറിയാം, അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന് ബാലേന്ദ്രൻ ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞത്? എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്തായാലും വൈജയുടെ ഒരു കാര്യത്തിൽ ഇടപെടാതെ അവൻ അങ്ങനെ ഒറ്റയ്ക്കായിട്ട് നടക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഈ പറയുന്ന ഇട്ടിച്ചൻ്റെ വീട്ടിൽ 3 ജോലിക്കാരും കൂടി ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള ഡിസ്കഷൻ കാര്യങ്ങളാണ്. അപ്പോൾ കാണുമ്പോഴേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇട്ടിച്ചൻ വരുന്നുണ്ട്. എന്താണ് അവിടെ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഇട്ടിച്ചൻ ആ പെൺകുട്ടിയെ ഇവിടെ നിന്നും പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടേക്ക് വന്നത്, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അരക്കോ ഇല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എടാ, ഒറിജിനലിൽ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല, ഇത് ഒറിജിനൽ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതെന്താപ്പം അങ്ങനെ? അതങ്ങനെയാണ്. എന്തായാലും നിങ്ങൾ കാര്യങ്ങളൊന്നും നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കണ്ട എന്ന് ഇട്ടിച്ചൻ പറയുകയും ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് പിന്നീട് നമ്മുടെ ഇട്ടിച്ചൻ യാത്രയായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാര്യസ്ഥനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യസ്ഥനെ കുറേ നേരം വിളിച്ചിട്ട് വെറുതെ അല്ല ഇവരത് വിളിച്ചാൽ പതുക്കെ വിളിച്ചാലൊന്നും ഇവർ വരില്ല, വെറുതെ അല്ല ലാലിച്ചൻ ഓളി എടുക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വടക്ക് നിന്ന് വരികയാണ്. അപ്പോൾ ഇട്ടിച്ചൻ പറയുന്നുണ്ട്, അത് ശരി, തെക്കോട്ട് നോക്കി വിളിച്ചു കഴിഞ്ഞാൽ നീ വടക്കുന്നാ വരാല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ പെങ്കൊച്ചി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ അലീനെ കുട്ടി അതിനെ കാണാനില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ റൂമിലൊന്നും ഇല്ല, റൂമിൽ ഞാൻ നോക്കിയായിരുന്നു എന്ന് ഇട്ടിച്ചൻ പറയുമ്പോൾ, നിന്നെ പോലെ എനിക്ക് വയസ്സും പ്രായമൊക്കെ ആവാത്തതൊന്നുമല്ലല്ലോ, എനിക്കിങ്ങനെ അവളെ അന്വേഷിച്ച് നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ കിച്ചണിൽ കാണും, അല്ലെങ്കിൽ ആ പട്ടികളുടെ പിന്നാലെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങനെ പറയാണ്. അപ്പോൾ നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെയൊന്നും പോകുന്നുണ്ട്. എന്നിട്ട് അലീനയും കൊണ്ട് വരികയാണ്. ഈ കൊച്ചി എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞില്ല അപ്പോഴേ പട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കുന്നു, നിന്നോട് ഞാൻ ചോദിച്ചോ എന്ന് ഇട്ടിച്ചാൻ പറയുന്നുണ്ട്. അതെ, ഞങ്ങൾക്കിടയിൽ നീ നിൽക്കണ്ട, ഞങ്ങൾക്ക് അപ്പച്ചനും മോൾക്കും പല കാര്യങ്ങളും പറയാനുണ്ടാവും, വലിയപ്പച്ചനും മോൾക്കും, നീ പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പം അത് ശരി, ഇപ്പം ഞാൻ പുറത്തുകാരായി, എന്നെ വിളിച്ചു വരുത്തിയിട്ട് പാലം കിടക്കുന്ന നാരായണ, അത് കഴിഞ്ഞാൽ അല്ലേ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ നാരായണയൊക്കെ ഇവിടുന്ന് പൊക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് വീണ്ടും അയാളെ തന്നെ വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ലാലിച്ചൻ ഒരുങ്ങിയൊന്ന് നോക്ക്, ലാലിച്ചനോട് പറയ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ് എസ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറയാണ്. അപ്പോൾ വാ നമുക്ക് എസ്റ്റേറ്റ് കാണാൻ പോകാം, അവന് എന്തൊക്കെ സ്വത്തുക്കൾ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നീയും കൂടി അറിഞ്ഞിരിക്കണ്ടേ എന്ന് പറയാണ്. അപ്പോൾ അതെന്തിനാ ഞാൻ അറിയുന്നത് എന്ന് അലീന ചോദിക്കുകയാണ്. അത് പിന്നെ നിനക്കും കൂടി അവകാശപ്പെട്ടതല്ല മോളെ, അപ്പം നീ അതൊക്കെ അറിയണം, നമുക്ക് എന്തായാലും അവിടേക്ക് പോയിട്ട് വരാം. അപ്പച്ചൻ എന്തായാലും പോകാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോഴാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പുറത്താണെങ്കിൽ ആ വണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പോകാനുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് ലാലിച്ചൻ വരികയാണ്. ലാലിച്ചൻ വന്നിട്ട് വണ്ടിയൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഞാനും വരാം സാബ് എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട്, ഞാൻ പൊക്കോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് അപ്പച്ചൻ അലീനയും കൂടി വരികയാണ്. അപ്പോൾ കയറട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇട്ടിച്ചൻ. അപ്പോൾ ആ സമയത്ത് അപ്പച്ചൻ പിന്നിലിരുന്നോ, അലീന ഫ്രണ്ടിലിരിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ അത് വേണ്ട, വലിയപ്പച്ചൻ ഇരുന്നോട്ടെ ഫ്രണ്ടിൽ, ഞാൻ ബാക്കിൽ ഇരുന്നോളാം എന്ന് പറയാണ്. അത് വേണ്ട മോളെ, നീയല്ലേ ഫ്രണ്ടിലിരിക്കുന്നത്, നിനക്ക് ഫ്രണ്ടിലിരിക്കാനുള്ള അവകാശമുണ്ട്, നീ അവിടെ ഇരുന്നു, നമുക്ക് ഒരുപാട് കാലമൊക്കെ ഇരുന്നതാണ്, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലിച്ചന് ദേഷ്യം വരും. ലാലിച്ചൻ പറയാണ്,
അലീന ഞാൻ എന്താ പറഞ്ഞത് നിന്നോട്, നിനക്കെന്താ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ പാടില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അപ്പച്ച എന്ന് പറയുന്നുണ്ട്. എന്നാ പറഞ്ഞ കേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ അലീന ഒന്ന് പേടിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അപ്പച്ചൻ്റെ അധികാരവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ലാലിച്ചൻ അലീനയോട് കാണിക്കുന്നുണ്ട്. അലീനയ്ക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്